പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഒത്തിരി പേരുടെ സങ്കടവും ആവലാതിയുമാണ്. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയത്തില്ല. പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകും. പ്രാർത്ഥനയിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. ദൈവം എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ടോ എന്ന് സംശയം. കാണാപ്പാഠം പഠിച്ച പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുമ്പോൾ അതിൽ ഹൃദയമില്ലാതായി പോകുന്ന അപകടം സംഭവിക്കും. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവ് തന്നെ അവാച്യമായ നെടുതീർപ്പുകളോടെ നമ്മുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. അത്തരം പ്രാർത്ഥനകൾ ചിലപ്പോൾ കണ്ണീരായിരിക്കും. ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടോ അത്തരം ഒരു കാര്യം? അതായത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരിക്കുന്നു, ഒരു വാക്കുരിയാടാൻ പറ്റുന്നില്ല, കണ്ണീര് ഒഴുകുന്നു. അവിടെ കണ്ണീര് പ്രാർത്ഥനയാവുകയാണ്. വെറുതെ അങ്ങിരുന്ന് കൊടുക്കുകയാണ്. നിശബ്ദത പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. ആഗ്രഹം തന്നെ പ്രാർത്ഥനയാണെന്ന് തിരിച്ചറിയാം. പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് നമുക്കായി പ്രാർത്ഥന ഉയർത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ചിലപ്പോൾ നമ്മുടെ മടുപ്പ്, നമ്മുടെ ഭയം, നിരാശ, വ്യക്തത കുറവ്, സന്തോഷക്കുറവ്, ഇതൊക്കെ പ്രാർത്ഥനയിൽ നിന്ന് നമ്മെ തടയും. അത്തരം അനുഭവങ്ങളില്ലേ? പ്രാർത്ഥിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടണ്ടേ? ചുറ്റും മടുപ്പ്, അകത്തും പുറത്തും മടുപ്പ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥന ചില നേരത്ത് വെറുതെ അങ്ങ് ഇരുന്ന് കൊടുക്കലാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഒന്നിരുന്ന് കൊടുക്കലാണ് പ്രാർത്ഥന. നീ കടന്നു പോകുന്ന അനുഭവങ്ങളിലൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട്. Prayer is not about saying the perfect words. Prayer is all about loving faithfully. കർത്താവിനെ സ്നേഹിക്കുന്നതാണ് പ്രാർത്ഥന. ഏറ്റവും മികച്ച വാക്കുകൾ ഉരിയാടുന്നതാണ് പ്രാർത്ഥന എന്ന് വിചാരിക്കരുത്. ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുക, 5 മിനിറ്റ് വെറുതെ ഇരുന്ന് കൊടുക്കുക. എന്നിട്ട് ഇത്രയും പ്രാർത്ഥിക്കുക. താം റൂഹാദ കുദിശ, കം ഹോളി സ്പിരിറ്റ് ആൻഡ് പ്രേ വിത്തിൻ മീ. വരിക റൂഹാദ കുദിശായേ, എൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥന ഉയർത്തണേ. അങ്ങനെ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പല ആവർത്തി ഡിസ്ട്രാക്ഷൻസ് വരും. സാരമില്ല, കുഴപ്പമില്ല. വീണ്ടും തിരിച്ചു വരിക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ നിയോഗം കമന്റ് സെക്ഷനിലിടാം. ഡീറ്റെയിൽസ് നൽകിയില്ലെങ്കിലും പ്രാർത്ഥന ആവശ്യമുള്ള ഒരു മേഖല പറയുക. കമന്റ്സ് നോക്കണം. മറ്റുള്ളവരുടെ പ്രാർത്ഥനയുടെ ഇടങ്ങൾ, ആവശ്യങ്ങൾ നമ്മൾ കാണും. അപ്പൊ എന്ത് പ്രാർത്ഥിക്കണം? വരിക പരിശുദ്ധാത്മാവേ, അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് നീ എത്തുക. പ്രാർത്ഥന ഉയരുന്നിടത്ത് പരിശുദ്ധാത്മാവ്